എന്തെങ്കിലും തിന്നാനൊക്കെ തോന്നുന്നുണ്ടോ? അപ്പൊ അത് തന്നെ ഞാൻ എല്ലാരോടും പറയട്ടെ. അമ്മേ, കനക, ക്ലീറ്റോ, ക്ലീറ്റോ, എന്തോ നീ എന്തോന്ന് പറഞ്ഞത്? അമ്മായി ഗർഭിണിയാന്ന്. അതെങ്ങനെ ശരിയാവും? അതൊന്നും ശരിയാവൂല. ചുമ്മാ പറഞ്ഞിരിക്കും. ചുമ്മാതോ? സംശയം തോന്നിയിട്ട് അമ്മായി സംശയം പറഞ്ഞുകൊണ്ട് കനകം പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മറ്റേ സാധനം മേടിച്ചോണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യണത് സത്യമാ? ആ സാധനല്ലേ? ചുമ്മാ അത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് 2 വരെയും വന്ന അമ്മായിക്ക് മറ്റേ മാങ്ങ തിന്നാനും അത് തിന്നാനൊക്കെ കൊതിയുമായി തുടങ്ങി. തന്നെയല്ല, മുഖമൊക്കെ നല്ലോണം വിളറിയിട്ടുണ്ട്. അവർക്ക് പണ്ടേ കൊതി കൂടുതലാ. ഇത് അതൊന്നും അല്ല, അതൊന്നും ആയിരിക്കില്ല. ഒരു പെണ്ണിനറിയാം വേറൊരു പെണ്ണിനെ കണ്ടാ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത്. എന്തേ ഇതെങ്ങനെ ശരിയാവും തങ്കം? അത് പറ്റൂല. എന്താ പറ്റാത്തത്? ഗർഭിണി ആയല്ലോ, പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? മുത്തിന്റെ ഭാവി. മുത്തിന്റെ ഭാവി അമ്മായിയുടെ ഗർഭവും തമ്മിൽ എന്താ ബന്ധം? അമ്മാവ് ഒരു 15 സെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 15 സെന്റ് വിറ്റിട്ടാണ് മുത്തിനെ പഠിപ്പിക്കാനും അവളെ കല്യാണം നടത്താനും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത്. ഇനിയിപ്പോ വേറൊരു അവകാശം വരൂലേ? അപ്പം അമ്മാവന്റെ 15 സെന്റ് കണ്ടിട്ടാണ് നിങ്ങൾ അവളെ പഠിപ്പിക്കാൻ വിട്ടേക്കണത്? പിന്നെ നീ എന്താ പഠിക്കാൻ വിട്ടേക്കണത്? ഇതിപ്പോ ഉണ്ടല്ലോ അവരുടെ കുടുംബകാര്യാണ്. ക്ലീറ്റ് ഇവിടെ കിടന്ന് വായി പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. തങ്കം, എന്റെ കണക്കൂട്ടലൊക്കെ തെറ്റി. എന്തെല്ലാം ഞാൻ കണക്കൂട്ടി വെച്ചാണ്. ചീരത്തോട്ടത്തിന്റെ ഷെയർ, ആ വീടിന്റെ ഷെയർ, പിന്നെ തരാന്ന് പറയാ 15 സെന്റ്. എന്റെ സമ്പാദ്യം എല്ലാം പോയല്ലേ കർത്താവേ. ഇനി തക്കുട് വളർന്നു വരെയാണ്. അവന് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ രൂപ എത്ര ആവും? എല്ലാം തകർത്ത് കളഞ്ഞ്. ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലീറ്റോന്ന് അറിയായിരുന്നോ? അറിയാന്നുള്ളതല്ലേ ഞാൻ 2 കൈയും വിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നടക്കണത്. ഒരു കാര്യം ചെയ്, പോയത് പോട്ടേന്ന് വെക്ക്. ഇനിയെങ്കിലും ഇപ്പം മനസ്സിലായല്ലോ, തക്കുടുവിൻ്റെ കാര്യമുണ്ട്, മുത്തിൻ്റെ കാര്യമുണ്ട്, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അമ്മാവൻ്റെ ഇത് കിട്ടൂല. അപ്പം ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ദുബായിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഇവിടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കി ഇനിയെങ്കിലും. എങ്ങനെയാണ് ഞാൻ ഇനി ഒരു ജോലിക്ക് പോണത്? എന്താ, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂലേ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, ആൾക്കാരെന്നെ അല്ലേ അങ്ങനെ കണ്ടക്ടറല്ലേ. ഇനി എനിക്കൊരു ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകാൻ പറ്റുമോ? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് പോകാൻ പറ്റുമോ? ഞാനെങ്കിലും കടയിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? ആൾക്കാരെ അയ്യേ എന്നാക്കും. എന്നാൽ ഈ അമ്മായിക്ക് ഏത് സമയത്താണോ എന്തോ ഇതൊക്കെ തോന്നിയത്. അമ്മാവനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരിപ്പിക്കും. സത്യത്തില്ല, എന്റെ ആവശ്യമായി പോയി. അല്ലെങ്കിൽ ഞാൻ തെണ്ടി തിരിഞ്ഞു ഇവിടെ തേരാപ്പാല നടക്കേണ്ടി വരും.